ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി ദിവസമായി എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടല്ലേ. അപ്പം ഞാൻ ഇത് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിച്ചുക്കുട്ടൻ പുതുതായിട്ട് സ്കൂളിലോട്ട് പോവുകയാണ്. നേഴ്സറിയിൽ പോകാനായിട്ടുള്ള മടിയെല്ലാം മാറി നല്ല മിടുക്കനായിട്ട് വന്നപ്പോഴാണ് അവിടുന്ന് നേരെ പറിച്ച് സ്കൂളിലോട്ടാക്കുന്നത് കേട്ടോ. ഒരു പറിച്ചു നടൽ തന്നെയാണ് കേട്ടോ. അവന് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ ഞാനും കാശിയും രാവിലേട്ടനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു. പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോയാണ്. ചെന്നപ്പോഴത്തേക്കും അതുപോലത്തെ ഏതുണ്ട് പൂ പോലെ നമ്മുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം എഴുതി ഓരോ പിള്ളേരുടെ കയ്യിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പുള്ളി വാങ്ങിക്കുകയൊക്കെ ചെയ്ത് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. പതുക്കെ ചിണുങ്ങാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം ഞാനിവിടെ നിൽപ്പുണ്ടെന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുവാണ്. അപ്പോഴത്തെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പിള്ളേരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെണ്ടമേളമൊക്കെ ആയിട്ട് കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ നമ്മളങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെ ഒരു വരവേൽപ്പ്. എന്നിട്ട് നേരെയാണ്ട് ആ മുകളിൽ കാണുന്നതാണ് സ്റ്റേജ്. അവിടെ ചെന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്കൂളിലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോഴത്തേതുകൊണ്ട് ഭയങ്കര ഇടയില്ലായിരുന്നു കേട്ടോ. അതൊരു പ്രശ്നമായിരുന്നു. കാരണം അവിടെ ഇട കുറവാണ്. നമ്മുടെ ഗവൺമെൻറ് UP സ്കൂളാണ്, വെള്ളത്തുരുത്തി എന്ന് പറയും, കോട്ടയം. അപ്പോൾ അവിടെയാണ് കിച്ചുക്കുട്ടിനെ ചേർത്ത് LKGയിലോട്ട്. പിള്ളേരൊക്കെ പൂവൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. കുറച്ച് പേര് മാത്രമേ കാര്യമുള്ളൂ, ബാക്കി പിള്ളേരെല്ലാം നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ വിളക്ക് കത്തിച്ച് അവർ ഉദ്ഘാടനമൊക്കെ ചെയ്യുവാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പറും HM പിന്നെ PTA ആൾക്കാരും AEOയും എല്ലാവരും ഉണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അക്ഷരദീപം തെളിയിക്കുന്ന ചടങ്ങാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു വന്നു. നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിലോട്ട് ചെറുതായിട്ടൊന്ന് പോയി കേട്ടോ. ഇത് കണ്ടപ്പോഴെല്ലാം കണ്ണ് നിറഞ്ഞു വരും. നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലമാണല്ലോ സ്കൂൾ കാലഘട്ടം. അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നേ. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓരോ തവണയും ഓരോ പാട്ടുകൾ ഇറക്കുമല്ലോ, അങ്ങനത്തെ ഒരു പാട്ടും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ കേൾപ്പിക്കാവേ. നല്ല രസം അതൊക്കെ കണ്ടിരിക്കാനും. നമ്മുടെ പഴയ കാല ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരുവും. അതുപോലെ തന്നെ കിച്ചുക്കുട്ടൻ്റെ പഠനക്കാരും എല്ലാം നമ്മളിങ്ങനെ ആലോചിച്ച് അവിടെ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അതുപോലെ തന്നെ ഓരോ വർഷം ഓരോ വാക്യങ്ങളും പറയുമല്ലോ. ഇത്തവണത്തെ ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്നായിരുന്നു കേട്ടോ വാക്യം. അപ്പോൾ ഇതാണ് ആ പാട്ട്. കിച്ചുക്കുട്ടൻ ഈ പാട്ടൊക്കെ കണ്ട് നല്ല സന്തോഷത്തിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം കൈയൊക്കെ കൊട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കിറ്റ് വിതരണം ഉണ്ടായിരുന്നു. കിറ്റിനകത്ത് ഒരു ബോക്സും അതിനകത്ത് പെൻസിലും സ്കെയിലും റബ്ബറും നമ്മുടെ കട്ടർ പെട്ടിയും അല്ലേ അങ്ങനെയല്ലേ പറയുന്നത് നമ്മളൊക്കെ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ യൂണിഫോമും എല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കിച്ചുക്കുട്ടൻ പതുക്കെ ചെറുതായിട്ട് ചിണുങ്ങി നിൽപ്പുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നേ. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് യൂണിഫോമും എല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുവാണ്. ബോക്സും കളർ പെൻസിലും എല്ലാം കിട്ടിയിട്ടുണ്ട് കിറ്റിനകത്ത് കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഫീസ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. യൂണിഫോമും 5 or 6 പുസ്തകങ്ങളുണ്ട് കേട്ടോ. ഇയുടേതും AUM BCD അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം ഉള്ള ബുക്കുകളും കളർ അടിക്കാനുള്ള ബുക്കുകളും എല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടില്ലാത്തവരെല്ലാം ഈ ചാനലിൽ കയറി കാണണം. കുറച്ച് ദിവസത്തെ ക്ഷീണമെല്ലാം ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് തീർക്കുന്നതാണ് കേട്ടോ. കിച്ചുക്കുട്ടനെ സ്കൂളിൽ വിടുന്ന തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഷോർട്സും ഒന്നും ഇടുന്നില്ലായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ കിച്ചുക്കുട്ടൻ്റെ. ഇന്നിപ്പോൾ പോയപ്പോഴത്തേക്കും ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. രാവിലെ കൊണ്ടാക്കി. രാവിലെ വൈകുന്നേരം അവൻ വാനിനാണ് വരുന്നത്. രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു സ്കൂളിൽ കൊണ്ടാക്കിയപ്പം. എന്നാലും നമ്മുടെ കുട്ടികളുടെ പഠനക്കാരിയല്ലേ, നമുക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലെങ്ങനെ ഇരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പിള്ളേരും കരഞ്ഞുകൊണ്ടൊക്കെയാണോ സ്കൂളിൽ പോയത്, സ്കൂൾ വിശേഷങ്ങൾ എന്നൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഗായ്സ്.